അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ കറണ്ട് അഫയർ ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാം. അപ്പോൾ ക്ലാസ് അവസാനം വരെ എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ പോയിന്റ്, രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കി ഗവർണറുടെ അധികാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പൊ പഠിച്ചു വെക്കണം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ ഒരു വയോജന കമ്മീഷൻ പാസാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. അതോടൊപ്പം തന്നെ ചോദിക്കാൻ സാധ്യതയേറിയ ഒരു പോയിന്റ് ആണ്, കേരളത്തിലെ വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പൊ എന്താണ് കേരളത്തിലെ വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്. അടുത്ത പോയിന്റ്, 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ്. സെപ്റ്റംബർ 13 സംസ്ഥാന വനിതാ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടകയാണ് കേട്ടോ. സെപ്റ്റംബർ 13 സംസ്ഥാന വനിതാ ജീവനക്കാരുടെ ദിനമാണ്. വനിതാ ജീവനക്കാരുടെ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. അതോടൊപ്പം തന്നെ ഏകീകൃത സിവിൽ കോഡ് ബില്ല് പാസ്സാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം ഗുജറാത്ത് ആണ് കേട്ടോ. ആദ്യത്തെ ബില്ല് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡും രണ്ടാമത്തെ സംസ്ഥാനം ഗുജറാത്തുമാണ്. പഠിച്ചു വെക്കണം. അടുത്ത പോയിന്റ്, 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണ് കേട്ടോ. ഫിൻലൻഡ് ആണ്. തുടർച്ചയായി 9ാം തവണയാണ് ഫിൻലൻഡ് ഈ ഒരു 1ാം സ്ഥാനം നേടുന്നത് കേട്ടോ. അതോടൊന്ന് അറിഞ്ഞിരിക്കണം, പഠിച്ചു വെക്കണം. എന്താണ് 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഫിൻലൻഡ്. അഥവാ ആഗോള സന്തോഷ സൂചിക പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലൻഡ് ആണ്. തുടർച്ചയായി 9ാം തവണയാണ് ഫിൻലൻഡ് ഈ ഒരു 1ാം സ്ഥാനം നേടുന്നത്. അതോടൊപ്പം തന്നെ 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 116ാം സ്ഥാനമാണ് കേട്ടോ. 1ാം സ്ഥാനം ഫിൻലൻഡ്, ഇന്ത്യയുടെ സ്ഥാനം 116ാം സ്ഥാനമാണ്. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അഫ്ഗാനിസ്ഥാൻ ആണ് കേട്ടോ. അഫ്ഗാനിസ്ഥാൻ 147ാം സ്ഥാനമാണ്. പഠിച്ചു വെക്കണം. ഒന്നുകൂടെ ഞാൻ കണക്ട് ചെയ്ത് പറയാം. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലൻഡ് ആണ്. തുടർച്ചയായി 9ാം തവണയാണ് ഫിൻലൻഡ് ഈ ഒരു 1ാം സ്ഥാനം നേടുന്നത്. ഇന്ത്യയുടെ സ്ഥാനം 116ാം സ്ഥാനമാണ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ ആണ്. 147ാം സ്ഥാനം. അടുത്ത പോയിന്റ്, കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഇ ഗവേൺസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ യൂണിവേഴ്സിറ്റി ഏതാണ്? ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ്. 2025 35ാമത് സരസ്വതി സമ്മാൻ നേടിയ ബംഗാളി സാഹിത്യകാരനാരാണ്? രാംകുമാർ മുഖോപാധ്യായാണ് കേട്ടോ. രാംകുമാർ മുഖോപാധ്യായാണ്. പഠിച്ചു വെക്കുക. 2025 35ാമത് സരസ്വതി സമ്മാൻ നേടിയ ബംഗാളി സാഹിത്യകാരനാരാണ്? രാംകുമാർ മുഖോപാധ്യായ. രാംകുമാർ മുഖോപാധ്യായാണ്. നോവൽ ഏതാണ്? ഹരപാർവതി കഥ ആണ് കേട്ടോ. ഹരപാർവതി കഥ എന്ന് പറഞ്ഞ നോവലിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അടുത്ത പോയിന്റ്, ലീവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ലീവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയ. 2026 മാർച്ചിൽ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം കർണാടകയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. 2026 മാർച്ചിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കർണാടക. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമാക്കുന്ന രാജ്യത്തെ ആദ്യ ജില്ലാ കോടതി ഏതാണ്? കൽപ്പറ്റ ജില്ലാ കോടതിയാണ്. അപ്പൊ പഠിച്ചു വെക്കണം. പൂർണ്ണമായും കടലാസ് രഹിതമായ രാജ്യത്തെ തന്നെ ആദ്യത്തെ ജില്ലാ കോടതി ഏതാണ്? കൽപ്പറ്റ ജില്ലാ കോടതിയാണ്. അടുത്ത പോയിന്റ്, കേസ് അന്വേഷണ ഘട്ടത്തിലും വിചാരണ വേളയിലും പോലീസിനെയും കോടതിയെയും സഹായിക്കാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഇ സാക്ഷ്യ കേട്ടോ. ഇ സാക്ഷ്യ.
കേസ് അന്വേഷണ ഘട്ടത്തിലും വിചാരണ വേളയിലും പോലീസിനെയും കോടതിയെയും സഹായിക്കാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഈ സാക്ഷ്യ. അടുത്ത പോയിന്റ്, കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംരക്ഷിത വനമേഖലയായ ആറളം വന്യജീവി സങ്കേതം ഇനി മുതൽ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ആറളം ചിത്രശലഭ സങ്കേതമായിട്ടാണ്. അപ്പൊ ആറളം വന്യജീവി സങ്കേതം ഇനി മുതൽ അറിയപ്പെടുന്നത് എന്താണ്? ആറളം ചിത്രശലഭ സങ്കേതമായിട്ടാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളം മാറി 2025 നവംബർ 1-നാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. 2025 നവംബർ 1-നാണ് പ്രഖ്യാപിച്ചത്. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ബ്രെയിൽ സാക്ഷരത നൽകുന്നതിനുള്ള കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ദീപ്തി ബ്രെയിൻ പദ്ധതി കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ബ്രെയിൽ സാക്ഷരത നൽകുന്നതിനുള്ള കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ദീപ്തി ബ്രെയിൻ പദ്ധതി. സ്വച്ഛ് സർവേഷൻ 2025 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം മധുരയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ മധുരയാണ്. അപ്പൊ സ്വച്ഛ് സർവേഷൻ 2025 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം ഏതാണ്? മധുര, തമിഴ്നാടാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്വച്ഛ് സർവേഷൻ റിപ്പോർട്ട് 2025 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഇൻഡോർ ആണ് കേട്ടോ. മധ്യപ്രദേശിലെ ഇൻഡോർ ആണ്. അപ്പോൾ പഠിച്ചു വെക്കണം, സ്വച്ഛ് സർവേഷൻ റിപ്പോർട്ട് 2025 ഏറ്റവും വൃത്തിയില്ലാത്ത രാജ്യം മധുരയാണ്, തമിഴ്നാട്ടിലെ മധുരയും. ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം തമിഴ്നാട്ടിലെ മധുരയും. ഏറ്റവും വൃത്തിയുള്ള നഗരം മധ്യപ്രദേശിലെ ഇൻഡോറുമാണ് കേട്ടോ. അടുത്ത പോയിന്റ്, സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? അസമാണ് കേട്ടോ. അസമാണ്. PYQ ആണ്. അപ്പൊ ഇനിയും ചോദിക്കാം കേട്ടോ, പഠിച്ചു വെക്കണം. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? അസമാണ്. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങളെ ഒന്ന് അറിയിക്കാനാണ്. അതായത് നമ്മൾ ടെലഗ്രാമിൽ ഒരു ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ നടക്കുന്ന ക്ലാസ് ആണ്. ഡെയിലി 1 hour ലൈവ് സെക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആണ്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് സെക്ഷൻ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ്, മോക്ക് ടെസ്റ്റുകൾ, വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെയാണ് കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ നമുക്ക് പഠിച്ചങ്ങ് പോകാം. ഇതിന്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും, അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസ്, അതോടൊപ്പം തന്നെ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, അതോടൊപ്പം തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, VFA, ബെബ്കോ LDC, ഗാദി ബെബ്കോ LDC തുടങ്ങിയ നിരവധി പരീക്ഷകളാണ് വരുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള 10ഉം 20 മാർക്കുമാണ് നമ്മുടെ പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കും ചോദിക്കുന്നത്. ആ മാർക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ വെറും 200 രൂപയ്ക്ക് നമുക്ക് ഇനി വരുന്ന പരീക്ഷകൾക്കുള്ള കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതാണ്. നമ്മൾ ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ്, ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത പോയിന്റിലോട്ട് വരാം. അടുത്ത പോയിന്റ്, മാനസിക ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്കും ടെലി കൗൺസിലിംഗ് സേവനങ്ങൾക്കുമുള്ള ഓൺലൈൻ സംവിധാനത്തിന്റെ പേരെന്താണ്? ടെലി മനസ്സാണ് കേട്ടോ. ടെലി മനസ്സാണ്. അതിന്റെ ടോൾ ഫ്രീ നമ്പറാണ് 14416 എന്നുള്ളത്. പഠിച്ചു വെക്കണം. മാനസിക ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്കും ടെലി കൗൺസിലിംഗ് സേവനങ്ങൾക്കുമുള്ള ഓൺലൈൻ സംവിധാനത്തിന്റെ പേരെന്താണ്? ടെലി മാനസാണ് കേട്ടോ. ടെലി മനസ്സാണ്. അടുത്ത പോയിന്റ്, 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? സോമാലിയാണ് കേട്ടോ. അപ്പം 2025 പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക പ്രകാരം ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? സോമാലിയയാണ്. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻ പ്രീത് കൗർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻ പ്രീത് കൗർ ആയിരുന്നു കേട്ടോ. അടുത്ത പോയിന്റ്, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവാരാണ്? സുഭാഷ് ചന്ദ്രനാണ്. സുഭാഷ് ചന്ദ്രനാണ് മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവാരാണ്? സുഭാഷ് ചന്ദ്രൻ. അടുത്ത പോയിന്റ്,
ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഏത് ഉപഗ്രഹമാണ് ISROയുടെ ചരിത്ര പ്രാധാന്യമുള്ള 100ാം വിക്ഷേപണമായി അടയാളപ്പെടുത്തിയത്? NVS 02 ആണ്. NVS 02 ആണ്. 2025 ജനുവരി 29-നാണ് വിക്ഷേപിച്ചത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഏത് ഉപഗ്രഹമാണ് ISROയുടെ ചരിത്ര പ്രാധാന്യമുള്ള 100ാം വിക്ഷേപണമായി അടയാളപ്പെടുത്തിയത്? NVS 02 ആണ്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട ജില്ലകൾ ഏതൊക്കെയാണ്? കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് കേട്ടോ. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പ്രകാരം രാജ്യത്തെ 100 ജില്ലകൾ തിരഞ്ഞെടുത്തിരുന്നു. ആ 100 ജില്ലകളിൽ ആ ഒരു പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട ജില്ലകളാണ് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്. അടുത്ത പോയിന്റ്, സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ശാസ്താംപാറയിലാണ്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറയാണ്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ് കേട്ടോ. പഠിച്ചു നോക്കണേ. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചതാർക്കാണ്? എൽദോസ് പോളിനാണ് കേട്ടോ. എൽദോസ് പോളിനാണ്. എൽദോസ് പോളിന്റെ കായിക ഇനം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ജമ്പ് ആണ്. പഠിച്ചു വെക്കണം. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചതാർക്കാണ്? എൽദോസ് പോൾ ആണ്. അദ്ദേഹത്തിന്റെ കായിക ഇനമാണ് ട്രിപ്പിൾ ജമ്പ് ആണ് കേട്ടോ. അടുത്ത പോയിന്റ്, സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ബാങ്ക് അഥവാ സ്കിൻ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? PT ഉഷയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? PT ഉഷയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണു ഏതാണ്? സംസ്ഥാന മൈക്രോബായി പ്രഖ്യാപിച്ച ബാക്ടീരിയ ഏതാണ്? ബാസിലസ് സബ്റ്റിലിസിസ് ആണ്. പരീക്ഷയ്ക്ക് ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണു അഥവാ സംസ്ഥാന സൂക്ഷ്മാണുവായി പ്രഖ്യാപിച്ച ബാക്ടീരിയ ബാസിലസ് സബ്റ്റിലിസിസ് ആണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. പഠിച്ചു വെക്കുക. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂരാണ്. കോഴിക്കോട് നടന്ന 2026 കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഥവാ KLFന്റെ മുഖ്യ അതിഥി ആരാണ്? സുനിത വില്യംസ് ആണ് കേട്ടോ. അപ്പൊ കോഴിക്കോട് നടന്ന 2026 KLF അഥവാ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ മുഖ്യ അതിഥി ആരാണ്? സുനിത വില്യംസ് ആണ് കേട്ടോ. സുനിത വില്യംസ് ആണ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, കറണ്ട് അഫയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത്. അപ്പം നാളെ നമുക്ക് ഒരു ക്ലാസ്സൂടെ നമ്മൾ ഇടുന്നതാണ് ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിന്. അതോടൊപ്പം തന്നെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ റിവിഷൻ ക്ലാസ്സസും PYQ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതോടൊന്ന് മാക്സിമം എല്ലാവരും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കണം. അപ്പോൾ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ. അതോടൊപ്പം തന്നെ ചാനൽ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഒന്ന് ഹൈപ്പ് ചെയ്യാനും ബാക്കിയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ക്ലാസ്സുകളുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും